ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കിന്ന് കടയിൽ സർവീസിന് വന്നൊരു പാനാസോണിക്കിൻ്റെ ഒരു ഡെക്ക് സെറ്റാണ്. ഇത് വളരെ ദൂരത്തു നിന്ന് കൊണ്ടുവന്ന കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് മിസ്റ്റർ ലതീഷ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സെറ്റ് സർവീസിനുണ്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ലീവ് എടുത്ത് അവിടുന്ന് ട്രെയിനിന് കയറി കോട്ടയത്ത് വന്ന് കോട്ടയത്ത് നിന്ന് ബസ്സിന് കയറി നമ്മുടെ കടയിലെത്തി അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സെറ്റ് വേറൊരു കടയിൽ സർവീസിന് പുള്ളി നേരത്തെ കൊടുത്തിരിക്കുമായിരുന്നു. അത് ഏകദേശം ഒരു 2-3 മാസമായിട്ട് സെറ്റ് അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ അത് അവർ ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ അതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. ഈ സെറ്റിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം. ഇത് പാനാസോണിക്കിൻ്റെ 300 വാട്ട്സ് PMBO ഉള്ളൊരു സെറ്റാണ്. വലിയ പവറുള്ളതൊന്നുമല്ല, പക്ഷേ കേൾക്കാൻ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സെറ്റാണ്. ഡബിൾ കാസറ്റാണ്. CD ഇടാം, റേഡിയോ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റാണ്. ഒരു സ്റ്റീരിയോ സെറ്റ്, നല്ലൊരു സ്റ്റീരിയോ സെറ്റ്. പുള്ളി ഇത് കുറേ കാലമായിട്ട് പുള്ളിയുടെ കയ്യിലിരുന്നതാണ്. എന്നിട്ട് ഇതിപ്പോൾ സർവീസ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വർക്കായിരുന്നു. അതായത് ഡിസ്ക് ഇടുന്നതും കാസറ്റ് പ്ലെയറും എല്ലാം വർക്കായിരുന്നു എന്നിട്ട് വേറെ കടയിൽ ഇങ്ങനെ സർവീസിന് കൊടുത്തിരുന്ന. ഇതെൻ്റെ ബാക്ക് സൈഡാണ്. ഇതെൻ്റെ മോഡൽ നമ്പർ വരുന്നത് RXVT80 എന്നാണ് എൻ്റെ മോഡൽ നമ്പർ വരുന്നത്. 300 വാട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കുണ്ട്. ഇതിൻ്റെ അതിനകത്തൊരു കാസറ്റ് കിടപ്പുണ്ട്. കാസറ്റൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ട് തന്നെ ഒത്തിരി കാലമായി. പണ്ടൊക്കെ ഇഷ്ടംപോലെ കാസറ്റ് പ്ലെയറും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ ഇപ്പോൾ അങ്ങനെ നമുക്കിത് സർവീസ് ചെയ്യാൻ കിട്ടാറില്ല. ഇതുണ്ടോ സൈഡിലൊരു ബ്ലൂടൂത്ത് പാനലൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ആ കടയിൽ കൊടുത്തിരുന്നു പറഞ്ഞില്ലേ, അവർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അവർക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റിയില്ല. എന്നിട്ട് കസ്റ്റമർ ചോദിക്കുമ്പം പല പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയോ അങ്ങനെയൊക്കെ ആയിരുന്നെന്നാണ് എന്നോട് കസ്റ്റമർ പറഞ്ഞത്, കടക്കാരെ. ഞാൻ കുറച്ച് ടെക്നീഷ്യൻസിനോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ വർക്ക് എടുക്കുമ്പം നമുക്ക് സമയം കുറവാണെങ്കിൽ അത് എടുക്കാതിരിക്കുക. സമയബന്ധിതമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് മാത്രം വർക്ക് എടുക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ സർവീസിന് ആൾക്കാർ തരുന്നത് അവർക്ക് അതുപോലെ താല്പര്യമുള്ള ഒരു സെറ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സർവീസിന് തരുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഇത്രയും ദൂരം 300 കിലോമീറ്റർ അടുത്ത് സഞ്ചരിച്ച് നമ്മുടെ അടുത്ത് വന്ന് ഈ സാധനം ഈ കസ്റ്റമർ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ സെറ്റ് എത്ര പ്രിയപ്പെട്ടതായിരിക്കും. അന്നേരം നമ്മൾ വർക്ക് എടുക്കുമ്പോൾ അതുപോലെ സൂക്ഷിച്ചെടുക്കുക. നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ മാത്രം എടുക്കുക. ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും എത്രയും വേഗം തിരിച്ചു കൊടുക്കുക. അന്നേരം ആ കസ്റ്റമർക്ക് നമ്മളോട് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും വരികയില്ല. നമ്മൾ ഈ ഡിലേ വരുത്തും തോറും കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോവും. ആ കസ്റ്റമറും വരികയില്ല, അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആൾ നമ്മുടെ അടുത്ത് വരികയില്ല. അതായത് ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർക്ക് കുറേ വർക്ക് കുറവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പൊതുവേ ഒരു പറച്ചിലുണ്ട്, വർക്ക് പൊതുവേ കുറവാണെന്ന്. പക്ഷേ ഇതൊക്കെയാണ് അതിനകത്തെ വരുന്ന കാര്യങ്ങൾ. എന്നാലും ഞാൻ ടെക്നീഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ നിലവിൽ വർക്കിൻ്റെ യാതൊരു പ്രശ്നങ്ങളും, അതായത് വർക്ക് ഏറ്റവും കുറവ് നിന്ന ആ ടൈമിൽ പോലും നമുക്ക് ഇതുപോലെ വർക്കുകൾ കിട്ടുന്നുണ്ട്. എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. വർക്കിന് കുറവ് കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. അന്നേരം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വർക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ചെയ്ത് കൊടുക്കാവുന്നത് എത്രയും വേഗം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു മാസമൊക്കെ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുകയില്ല. പക്ഷേ അതിനും മേളിൽ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളെ വിട്ട് കഴിഞ്ഞു, പിന്നെ പുള്ളി അടുത്ത വഴി നോക്കും, അടുത്ത ആര് ശരിയാക്കും എന്നുള്ളത് നോക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കസ്റ്റമർ ഉറപ്പായിട്ടും പോവും. അങ്ങനെയാണ് പൊതുവെ കസ്റ്റമറുടെ ഒരു മാസം പോലും ചിലരൊന്നും കാത്തിരിക്കുകയില്ല. ചിലർ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ റെഡിയാക്കി കിട്ടണമെന്നുള്ളൊരു താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ചുരുക്കം ചിലർ. എന്തായാലും സെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വയറിങ്ങിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഓഡിയോ കൊടുത്തതിനകത്തെ മിസ്റ്റേക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സെറ്റിന് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നെ കാസറ്റിൻ്റെ ഭാഗമെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു, CD-യുടെ ഭാഗം ക്ലീൻ ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ സെലക്ടർ സ്വിച്ച് നമ്മൾ CD-യിലേക്ക് ഇട്ടു. എന്നിട്ടൊരു CD നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം. ഇതിപ്പം CD റീഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ്. ഇനി നമ്മൾ പ്ലേയിലെ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ പ്ലേ ആകുന്ന കാണിക്കാം. ടൈം നീങ്ങുന്നുണ്ട്.
നമുക്കിതിൻ്റെ സൗണ്ട് ഇവിടെ കേൾപ്പിക്കാൻ ഒരു കുറച്ച് അസൗകര്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഷോപ്പ് മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികളുടെ സൗണ്ടും എല്ലാമായിട്ട് നമുക്ക് അത് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതുപോലുള്ള വിൻറ്റേജ് സിസ്റ്റംസൊക്കെ സർവീസിന് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.